നമസ്കാരം. സംസ്ഥാനത്തെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണത്തിൻ്റെ ഏറ്റവും പുതിയ ലിസ്റ്റ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം 62 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാന സർക്കാർ 1600 രൂപ വീതം ഇപ്പോൾ എല്ലാ മാസവും നൽകി വരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ 1500-ലധികം ആളുകൾ അനധികൃതമായി, അതായത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുകയോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ പെൻഷൻ കൈപ്പറ്റുന്നതായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ധനവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ, അതായത് ഈ 1500-ലധികം ആളുകളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ പെൻഷൻ ലിസ്റ്റ്, അതായത് ക്രിസ്തുമസിന് പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നതെന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനിയും പെൻഷൻ ലഭിക്കുകയില്ല. തന്നെയുമല്ല, ഇത്തരത്തിൽ സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് പിന്നെ പെൻഷൻ കൂടി കൈപ്പറ്റി ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു തുക എത്രയും വേഗം തന്നെ തിരിച്ചടയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു തുക എത്ര നാളാണോ ഈ തുക കൈപ്പറ്റിയിരുന്നത് അത്രയും മാസത്തെ പലിശ ഉൾപ്പെടെ ഇപ്പോൾ തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ക്രിസ്തുമസിനും ന്യൂ ഇയറിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ, അതായത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ലഭിക്കുവാനുള്ളത്. ഇതിൽ നിന്നും ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള 3200 രൂപയായിരിക്കും ക്രിസ്തുമസിനോടും ന്യൂ ഇയറിനോടും അനുബന്ധിച്ച് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ഈ തുക എത്തുക. പിന്നീട് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്